ഹലോ ഗൈസ്, S25 ഇറങ്ങിയിട്ട് ഇതുവരെ കണ്ടില്ലായിരുന്നു. അങ്ങനെ അതൊന്ന് കാണാനായിട്ടും ഐമാക്സിൽ വന്നപ്പോൾ അവിടെ ഫുള്ള് തിരക്ക്. ഇപ്പുറത്ത് സാംസങ് വന്നപ്പോൾ അവിടെ ആണെങ്കിൽ ഓരോ ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, വീഡിയോ എടുക്കാൻ പറ്റില്ല. നേരെ ക്യാരിഫോണിൽ ഇട്ട് ഇതാണ് നമ്മുടെ സാധനം. S25 ആണ് ഇത് ഗൈസ്. ഞാൻ യൂസ് ചെയ്യുന്നത് S22 Ultra ആണ്. S22 Ultrയ്ക്ക് ശേഷം S23, 4 എല്ലാം അവർ കവേർഡ് ഡിസ്പ്ലേ സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ മോഡലുകൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അതുകൊണ്ട് ചേഞ്ച് ചെയ്യാനും നിന്നില്ല. ഇപ്പോൾ ഈ സാധനം യൂസ് ചെയ്തതിന് ശേഷം കുറച്ചൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. ആദ്യം എൻ്റെ മോഡലൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ലോഞ്ചിങ് ഈവൻറ്റിൽ ഇവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ ജിംനി കാര്യങ്ങൾ ആണ് മെയിൻ ഉള്ളത്, അസിസ്റ്റൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സെൽഫിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയാണ്. പിന്നെ ക്യാമറ ഓവറോളൊക്കെ കൊള്ളാം, അടിപൊളിയാണ് ഗൈസ്. അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഭയങ്കര ഗ്ലെയർ കുറവാണ് ഈ ഫോണിന്. ക്യാമറയ്ക്ക് സെയിം പൊസിഷൻ ആണെങ്കിലും കുറച്ചും കൂടെ ബൾജായിട്ട് നിൽക്കുന്ന ടൈപ്പാണ്. പിന്നെ സൈഡ് ടൈറ്റാനിയം കേസ് ആയതുകൊണ്ട് ഇപ്പോൾ എന്താ ഒരു ഐഫോണൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഇതുണ്ട് അത്യാവശ്യം. പിന്നെ പണ്ടത്തെ ഫോറസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ ഒരു സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് S25 പ്ലസ് ആണ് ഗൈസ്. ഇത് 25 കുറച്ച് വലുതാണ്. പിന്നെ ഇതാണ് നമ്മുടെ മുതൽ സാധനം S25 Ultra. ഇതിന് കർവ് ഡിസ്പ്ലേ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ചിലർക്ക് അത് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. സ്നാപ്ഡ്രാഗൺ 8 ചിപ്പാണ് വരുന്നത്. അത് അറിയാമല്ലോ എല്ലാവർക്കും, അടിപൊളിയാണ്. പിന്നെ നല്ല സ്മൂത്താണ് ഫോണ്, കാണാനൊക്കെ നല്ല ലുക്കാണ്. ഒരു ബോക്സി ടൈപ്പ് ഫീൽ വരും. അപ്പോൾ ഗൈസ്, ആവശ്യമുള്ളവരൊക്കെ എടുക്കുക. 22, 3, 4 ഒക്കെ ഉള്ളവർ എടുക്കേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ. 21-നൊക്കെ നല്ലൊരു അപ്ഡേറ്റ് ആയിരിക്കും. 20-ക്കൊക്കെ പഴയ ഫോണുള്ളവർക്ക് നല്ലൊരു അപ്ഡേറ്റ് ആയിരിക്കും.